ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ വിഷു ദിവസം എടുത്തൊരു വ്ളോഗാണ്. രാവിലെ തന്നെ വീട്ടിലൊക്കെ കണി വെച്ച് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. എപ്പോഴും പോകണം ശിവൻ്റെ അമ്പലത്ത്. അപ്പം നമ്മൾ ആ സമയത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തും പൂജയാവുണ്ടായിരുന്നു. ശരി, കൂടെ കഴിഞ്ഞിട്ട് അവിടെ പോകാമെന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു, കൈനീട്ടമൊക്കെ വാങ്ങിച്ചതിൻ്റെ ഇടയിലായിരുന്നു ഒരേ കരച്ചിൽ ഗൈസ്. പിന്നെ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കമ്പിത്തിരിയൊക്കെ കിട്ടി. ഞങ്ങളതൊക്കെ കൊളുത്തി ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് വേറെ കുറേ അല്ലറ ചില്ലറ ഫോട്ടോസുകളൊക്കെ എടുത്തു. ഞങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങളത് എപ്പോഴും കൃത്യമായി ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടി ശിവൻ്റെ അമ്പലത്ത്, നമ്മളെപ്പോഴും അവിടെയാണ് കൂടുതലായിട്ട് പോകുക. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു കുട്ടി പട്ടാളങ്ങളെ ഉണ്ട് ശരിക്കെന്ന് പറഞ്ഞു വെച്ചാൽ. അപ്പോൾ എല്ലാവരും തേരാപ്പാര അങ്ങോട്ട് പോകുക, അങ്ങോട്ട് വരിക എന്നുള്ള ഒരു മട്ടിലായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ മഞ്ജു പോയി, പിന്നെ അങ്ങനെ നന്ദിനി ചേച്ചി വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഹോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും അതിൽ ആക്ഷൻ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിന്ന് കെട്ടിയ ധാവണി ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കംഫർട്ടബിളായിരുന്നു. പക്ഷേ ആക്ച്വലി എനിക്കങ്ങനെ തോന്നാറില്ല. ഇന്നെന്തോ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ വഴി പോണ വഴിക്ക് കണിക്കൊന്ന നിറഞ്ഞ് നിൽക്കണം. ആക്ച്വലി ഈ മരത്ത് കണിക്കൊന്നേ ഉണ്ടാവില്ല, ഇന്ന് എന്തോ കുറച്ചധികം നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി. പിന്നെ ഞാനും മനിയും വിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോസ്, സെയിം പോസ് തന്നെയാണ്. എല്ലാ ഫോട്ടോയും ഞങ്ങളുടെ ഇതൊരു 4 പോസ് മാറിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പോസിലൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. പിന്നെ അവരുടെ കൂടെ പോയ ചണ്ടയാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞു വെച്ചാൽ അത് എന്നോട് ചോദിക്കണം ഗൈസ്. അത്രയും വലിയ കഷ്ടപ്പാടൊന്നും ഒരു മനുഷ്യൻ സഹായിക്കില്ല. അങ്ങനെ ഞാൻ തന്നെ പിന്നെയും ഫോൺ വാങ്ങിച്ചിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മട്ടിലാണ്. ആരെങ്കിലും ഒരാൾ, ഇത്രയും പേരുണ്ടായിട്ട് ഒരാൾ പോലും എനിക്ക് വീഡിയോ എടുത്തൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ അമ്പലത്തിൽ ഗൈസ് ഒരു വഴിയായിട്ട് അവിടെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വിഷു ആയതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലൊന്നും ശരിക്കും ഇത്ര തിരക്കേ ഉണ്ടാവില്ല, ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ വിഷു ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർപ്പൂരമൊക്കെ കൊളുത്തി എൻ്റേതായിട്ടുള്ള കുറേ പ്രാർത്ഥനകളും എനിക്ക് വേണ്ട കുറേ പ്രാർത്ഥനകളൊക്കെ ഞാൻ ചെയ്തു ഗൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞ് ഫോൺ വാങ്ങിച്ചിട്ട് പോയി ചേച്ചി കുറച്ച് നേരം ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായി എന്ന് തന്നെ സത്യം പറയാം. കാരണം നമ്മളൊക്കെ ചെയ്യുന്നത് വേറൊരാൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു സന്തോഷമില്ലേ. നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ ശരിക്കും നല്ലോണം ഉണ്ട് തന്നെ സത്യം പറയാമല്ലോ. അതിനുശേഷം ഞങ്ങൾ അവിടെ ഫുള്ളായിട്ട് ഓരോ ദൈവങ്ങളുണ്ടായിരുന്നു. ശാസ്താവ് ഉണ്ടായിരുന്നു, ഗണപതി ഉണ്ടായിരുന്നു, ശനീശ്വര ഭഗവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും കർപ്പൂരം വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ ഓരോ കഥകളും പറയണം. കാരണം നമ്മൾ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ, ഇതെല്ലാവരും കൂടി സംസാരിക്കാൻ. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ദൂരെയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ സുജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത. അപ്പോൾ അത് തരാനായിട്ട് അവൻ അമ്പലത്തിൽ വന്നാണ്. ആക്ച്വലി വേറെ ഒരു അമ്പലത്തേക്ക് വരുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോൾ അങ്ങനെ സാരി തരാമെന്നുള്ള മട്ടിൽ വന്നതാണ്. അപ്പോൾ അവന് കൈനീട്ടം കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുള്ളത് പറഞ്ഞ അമ്മ അവൻ്റെ കയ്യിൽ കൈനീട്ടം വെച്ച് ഏൽപ്പിച്ചു. അങ്ങനെ രമ്യ ആ സാരിനെ എടുത്ത് തലയിൽ മറിച്ചിട്ട് പോകുന്ന കൈസ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ റോട്ടിലെ സീനറി കണ്ടപ്പോൾ പിന്നെയും ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു വൈബായി. അങ്ങനെ ഞങ്ങൾ വന്നവരും പോയവരും എല്ലാവരും കൂടി നിന്നിട്ട് ഫുൾ ഓഫ് ഫോട്ടോ എടുക്കലാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിട്ടുവെച്ചാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരില്ല, അങ്ങനെയുള്ള ഒരു മട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ 2-3 പേര് കിട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഥയും പറഞ്ഞിട്ട് വന്നു. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലായി. അപ്പോൾ ആർക്കും നടക്കാനും വയ്യ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായി. ഫോട്ടോ എടുക്കാൻ രമ്യക്കൊന്നും വയ്യ, അവളൊക്കെ ജ്യൂസ് കുടിച്ച് അങ്ങോട്ട് മയങ്ങി തന്നെ സത്യത്തിൽ പറയാം. ഞങ്ങൾ വരുമ്പോഴും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വേർത്ത് കുളിച്ചാകെ ഒരു വഴിയായി തന്നെ സത്യം പറയാം. വീടെത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി. പിന്നെ പകുതി വഴിയെത്തിയപ്പം ഓരോരുത്തരായിട്ട് വീട്ടിൽ പോലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇപ്പോൾ ആരുമില്ല. കുട്ടികളെ വിട്ടിട്ട് അമ്മ ഇരുന്ന് ഇവിടെ എന്തിപ്പഴം കഴിക്കുക, കുട്ടികൾ നടന്ന് മതിയായിട്ട് പാവം കുട്ടികളെന്നുള്ള അവസ്ഥയായി. എന്നിട്ട് അവൾ എന്നെ വെറുതെ ഒന്നും വിട്ടില്ല. നിനക്കൊന്ന് വേഗം നടന്ന് വന്നോടെ വട്ടൊക്കെയാണ് കുഞ്ഞ് എന്നോട് ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ മെല്ലെ ആടി ഇങ്ങനെ വരുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വരുന്നു. അവൾക്ക് വിശന്നു ഒന്നാമത്തെ കാര്യം, പിന്നെ നടന്ന് പ്രാന്തായി. അങ്ങനെ സുമചേച്ചിൻ്റെ വീടെത്തിയപ്പോൾ സുമചേച്ചി പോയി. അപ്പോൾ ഞങ്ങളൊക്കെ ടാറ്റ ബൈ പറഞ്ഞ് സുമചേച്ചിനെ അയച്ചു വിട്ടു. പിന്നെ കുഞ്ഞൊക്കെ ഒന്ന് കരഞ്ഞിട്ട് വരണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വഴിയായിട്ട് സത്യം പറഞ്ഞാൽ വീടെത്തി. അപ്പോൾ ഒരു സമാധാനം കിട്ടി, അതാണ് വലിയ സമാധാനം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊന്നും ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.